ഹായ് എവ്രി വൺ. ഇതെന്താണെന്നറിയോ? ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ട് അല്ല, അത് ശരിക്കും ബെറിയിൽ വരുന്നതാണ് മിറാക്കിൾ ബെറി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പുളിയുള്ള നല്ല പുളിയുള്ള സാധനങ്ങൾ വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഒട്ടും പുളി തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദിക്കും ശ്രീക്കും മാധവിനും കൊടുത്തു. അപ്പോൾ ഇത് ശരിക്കും കഴിക്കാനൊന്നുമില്ല. ഇതിൻ്റെ പുറത്തൊരു സ്കിന്നും കുറച്ച് പൾപ്പിയായിട്ടുണ്ട്. സീഡാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതാ ഇവർ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ലെമണും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലെമണാണ് കഴിക്കുന്നത്. ലെമൺ കഴിച്ചപ്പോൾ ഇവർക്ക് ശരിക്കും മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം അവർക്ക് ആ പുളിയുടെ ഫീലിൻ്റെ എക്സ്പ്രഷനേ ഇല്ല. ഒട്ടും പുളി തോന്നില്ല, നല്ല മധുരം, നാക്കിൽ നല്ല സ്വീറ്റ്നെസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു ഇനിയും ഒരു ബെറിയും കൂടെ കഴിച്ചു നോക്കാം. അപ്പോൾ അവർ ഇനിയും ഒരു ബെറി കഴിച്ചിട്ട് ശകലം പുളി എടുത്ത് കഴിച്ചപ്പം വായിൽ നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാനേ തോന്നില്ല എന്ന് പറയും. ആ നാക്കിനാണേ ഉള്ളത്. അല്ലാതെ നമ്മൾ സൈഡിലേക്കൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ ചെറിയ പുളി തോന്നും. അപ്പോൾ അത് കഴിച്ചിട്ട് പറയും നല്ല സ്വീറ്റ് അമ്മേ, നല്ല സ്വീറ്റാന്ന് പറഞ്ഞാൽ പുളിയേ ഇല്ല. നമുക്ക് അങ്ങനെ ഈ നാരങ്ങയൊക്കെ കടിച്ച് തിന്നാൻ പറ്റും കേട്ടോ. ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാ വീടുകളിലും ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും. ശരിക്കും ഇതൊരു മിറാക്കിൾ ഫ്രൂട്ട് തന്നെയാണ്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഫ്രൂട്ടുകളൊക്കെ? എന്തോരം വെറൈറ്റി ഫ്രൂട്ടുകളല്ലേ. അവർ കഴിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഇവർക്കും ശരിക്കും അതിശയം തോന്നി. ഒട്ടും പുളി തോന്നില്ല, നമുക്ക് അങ്ങനെ നാരങ്ങയൊക്കെ കഴിക്കാൻ തോന്നി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്